മുത്തഫഖുൻ അലൈഹി ഹദീസാണ്, ബുഖാരി മുസ്ലിമിന്റെ ഹദീസാണ്. ഇന്നല്ലാഹ തജാവസ അൻ ഉമ്മത്തി മാ വസ്വസത് ബിഹി സുദൂറുഹാ. എന്റെ ഉമ്മത്തിന് അള്ളാഹു തആല വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു അവരുടെ മനസ്സ് അവരോട് വസ്വാസാക്കുന്ന കാര്യങ്ങളൊക്കെ. അത് സാരല്ല, അതനുസരിച്ച് ചെയ്യുകയോ പറയുകയോ ചെയ്തതെന്ന് മാത്രം. വസ്വാസ് ഇങ്ങനെ മിന്നി പറഞ്ഞു പോയിക്കോട്ടെ, അത് ആരോടും പറയും വേണ്ട, ചെയ്യും വേണ്ട. മുത്തഫഖുൻ അലൈഹിയാണ്. ഇനി കേൾക്കണോ? പ്രതീക്ഷ അല്ലേ? ഗഫലത്തിന്റെ സമയത്ത് ശൈത്താൻ ഇങ്ങനെ മൂന്ത വെച്ചിരിക്കല്ലേ നമ്മളെ കൽബില്. ആ സമയത്തുണ്ടാണ് സോക്കടാണത്. മര്യാദക്ക് ഇങ്ങനെ ഖുർആനൊക്കെ ഓതി ദിക്റൊക്കെ ചൊല്ലിക്കുകയാണെങ്കിൽ ഭയങ്കര ഈമാൻ കൂടി വരും. ഇങ്ങോട്ട് നോക്കി. ഈ ഹദീസിനും വേണ്ടി ഞാൻ നിർത്തുട്ടോ. രണ്ടാമത്തെ ഹദീസ്, ജാ നാസുമിൻ അസ്വാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ അസ്വാബിമാരിൽപ്പെട്ട ചില ആളുകൾ തങ്ങളടുത്ത് വന്നു. ഫസഅലു, അങ്ങോട്ട് തങ്ങളോട് അവർ ചോദിക്കുകയാണ്, നബിയെ ഞങ്ങളെ നഫ്സിൽ ഞങ്ങളിങ്ങനെ എത്തിക്കുന്നുണ്ട് ഒന്നിനെ യതആലമു അഹദുനാ യതകല്ലമ ബി, അത് പറയാൻ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ്, പറയാൻ കഴിയൂല, അയ്യാതെയാണ്. അപ്പൊ തങ്ങൾ ചോദിച്ചത്, അങ്ങനത്തെ ഒരു അനുഭവം ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടോന്ന് ചോദിച്ചു. കാലും ഒരു പറഞ്ഞു ഞാൻ ഉണ്ട് എന്ന്. തങ്ങൾ പറഞ്ഞു ദാലിക സ്വരീഹുൽ ഈമാൻ, അത് വ്യക്തമായ ഈമാനാണ്. ഈമാൻ യാതൊരു പോറലും അതുകൊണ്ട് ഉണ്ടാവില്ല. ആ മിന്നി പറഞ്ഞങ്ങനെ പോയിക്കോട്ടെ, അതിനനുസരിച്ച് ചെയ്യാൻ നിൽക്കാൻ മതി. അപ്പൊ ഈമാനിൽ അങ്ങനെ വസ്വാസൊക്കെ വരുന്നത് അത് ഈമാന്റെ സ്വരിയായ ഈമാന്റെ ഭാഗം തന്നെയാണ്. ഈമാൻ ഉണ്ടായിട്ടാണ്, അത് ഈമാൻ ഉള്ളതുകൊണ്ടാണ്. മുനാഫിക്കായിട്ട് നടക്കുകയാണെങ്കിൽ ഈ വക ഒരു കുഴപ്പമുണ്ടാവില്ല. ഒന്ന് നല്ല തലികെട്ടും പോലൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കലും പരിപാടികളും നിസ്കാരം ഉണ്ടാവും, വലിയ പരിക്കൊറ്റിനോടൊന്നും ഉണ്ടാവില്ല, അവനൊത്തും തോന്നൂല. ഇത് നല്ല ഈമാൻ ഉണ്ടായതുകൊണ്ടാണത്. എന്താണ് ആര് പറഞ്ഞത്? റസൂലുള്ളാ. നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഉബയ്യ് ഇബ്നു കഅബ് ഒരിക്കലും ഡൗട്ട് വന്നു, അല്ല ഇതൊക്കെ ശരി തന്നെയല്ലേ എന്നൊരു ചിന്ത മനസ്സിൽ വന്നു. എൻ്റെ കാരണം എന്നറിയോ? അദ്ദേഹം രണ്ടാൾ ഖുർആൻ ഓതുന്നത് കേട്ടോ നിസ്കരിക്കുമ്പോൾ. രണ്ടാൾ ഓതുന്നത് ആര് പഠിച്ച പ്രകാരമല്ല, ഉബയ്യ് പഠിച്ച പ്രകാരമല്ല. മനസ്സിലായോ? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ എഴുത്തുകാരനും ഒക്കെ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തുള്ള ആ രീതിയിലല്ല ഇവരെന്താക്കണത് ഓതുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, രണ്ടാൾ പിടിച്ചോണ്ട് ഇവർ രണ്ടാളും ഓതുന്നത് ഇങ്ങനെയാണ് നബി. അപ്പൊ നബി എന്താ പറയാറ്? അത് ശരിയാണല്ലോ. അപ്പൊ ഉബയ്യിന് ഒരു പ്രശ്നം, എന്താ അത് ഞാൻ പഠിച്ച അങ്ങനെയല്ലല്ലോ, എനിക്ക് റസൂലുള്ളാഹി ഓതി തന്ന അങ്ങനെയല്ലല്ലോ. അപ്പൊ എന്താ കേസ്? ശൈലിയിൽ ഇറക്കിയിട്ടുണ്ട് ഖുർആൻ. അതിന്റെ ഉമ്മത്തിന് ഇത് തഖ്ഫീഫാക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നെന്നെ വേണമെന്നില്ല. മനസ്സിലായി നിങ്ങൾക്ക്? ഒരു ശൈലി തന്നെ വേണം. കിറാത്തുണ്ട്, ഒക്കെ ഇറക്കി തന്നെയാണ്. ഞാൻ പറയട്ടെ, ഒറ്റ മിനിറ്റ്. അതില് റസൂലുള്ളാഹി അദ്ദേഹത്തിന്റെ നെഞ്ഞത്തൊരു അടി കൊടുത്തു എന്നാണ്. വലിയ ഇടിയൊന്നും അല്ല കേട്ടോ, ഒരു അടിಯನ್ನು കൊടുത്തു. ഒരൊറ്റ അടിയോട് കൂടെ മൂപ്പര് പറയാണ്, ഫഫുൽതു അറക്കൻ കന്നമാ അൻളറു ഇലാ അർശി റബ്ബി ഫറക്കൻ. ഞാൻ അങ്ങനെ പേടിച്ച് അർശിങ്ങനെ കണ്ടമാർക്കുണ്ടായി ഞാനോട് വിയർത്തൊലിച്ചും ചെയ്തു ഒരൊറ്റ അടിയോട് കൂടെ. അർശ് കണ്ടമാർക്കുള്ള ഈമാൻ അപ്പാണ് കിട്ടിയാർക്ക് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു.